നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നവംബർ 26 വിക്ടേഴ്സ് ചാനലിൽ 7ാം ക്ലാസ്സുകാർക്ക് സംരക്ഷണം ചെയ്ത ബേസിക് സയൻസിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സർ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് യൂസസ് ഓഫ് ആസിഡ്സ്, ആസിഡിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്. നമുക്കറിയാം 2 ടൈപ്പ് ആസിഡ്സ് ആണുള്ളത്, ഓർഗാനിക് ആസിഡും മിനറൽ ആസിഡും എന്നിങ്ങനെ. നമ്മൾ ഭക്ഷ്യവസ്തുക്കളിലൊക്കെ അടങ്ങിയിട്ടുള്ള ആസിഡ് ഓർഗാനിക് ആസിഡാണ്. എന്നാൽ നമ്മൾ ഈ പരീക്ഷണശാലകളിലൊക്കെ ഉപയോഗിക്കുന്ന ആസിഡാണ് മിനറൽ ആസിഡ്സ് എന്നറിയപ്പെടുന്നത്. ഫസ്റ്റ് നോക്കിക്കോ, വിനഗറി എന്ന് പറയുന്ന ആസിഡ് അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് പിക്കിൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. നോട്ടായിട്ട് പിന്നീട് തരാം കേട്ടോ, ജസ്റ്റ് ഒന്ന് പറയാം നമുക്ക് എന്തൊക്കെയാണ് സാറ് പറഞ്ഞതെന്നുള്ളത് ആസിഡിൻ്റെ ഉപയോഗങ്ങൾ. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് ഫുഡ് പ്രിസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ സിട്രിക് ആസിഡ് ഉപയോഗപ്പെടുത്തുന്നു. സിട്രിക് ആസിഡ് നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ്. സോഡാ വെള്ളം അല്ലെങ്കിൽ സോഡാ വാട്ടർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചാണ്, അപ്പോൾ കാർബോണിക് ആസിഡായി മാറും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ കാർബോണിക് ആസിഡായി മാറും. ഈ കാർബോണിക് ആസിഡിനെ നമ്മൾ എന്താ പറയുന്നത്, സോഡാ വാട്ടർ അല്ലെങ്കിൽ സോഡാ വെള്ളം എന്ന് പറയുന്നത്. ഓട്ടുപാത്രം അല്ലെങ്കിൽ ബ്രോൺസ് വെസലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആസിഡ് അടങ്ങിയ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് പുളിയാണ്. പുളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. അപ്പോൾ ടാർട്ടാറിക് ആസിഡ് അടങ്ങിയ പുളി കൊണ്ട് തേച്ചൊരയ്ക്കുമ്പോൾ നമുക്ക് ഈ ബ്രോൺസ് വെസൽസൊക്കെ നല്ല ക്ലീൻ ആവും. പിന്നെ മിനറൽ ആസിഡ്സ് ഉപയോഗിച്ച് നമ്മൾ വളങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. വളം നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണ് ഫാക്ട് എന്ന് പറയും. ആലുവയിലാണ്, എറണാകുളത്തെ ആലുവയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വളങ്ങളുടെ നിർമ്മാണത്തിന് നമ്മൾ ആസിഡ് ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ കാർ ബാറ്ററി അല്ലെങ്കിൽ വാഹനങ്ങളിലെ ബാറ്ററിയിലൊക്കെ നമ്മൾ സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ റബ്ബർ പാലുണ്ടല്ലോ, റബ്ബർ പാല് നമുക്ക് കിട്ടുന്ന റബ്ബർ പാലിനെ കട്ടിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആസിഡ് ഉപയോഗിക്കുന്നു. അതിൻ്റെ പേരാണ് ഫോമിക് ആസിഡ്. മാത്രമല്ല നമ്മൾ ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടും. അതിനുള്ള കാരണം എന്താണ്, ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഫോമിക് ആസിഡ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ആസിഡിൻ്റെ ഈ ഒരു വേദന മറികടക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ആൽക്കലി കൊണ്ട് കഴുകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും സോപ്പ് വാട്ടർ കൊണ്ട് കഴുകി കഴിഞ്ഞാൽ ആ ഒരു വേദന മാറും നമുക്ക് പെട്ടെന്ന് തന്നെ. അടുത്തത് പ്ലാറ്റിനം, സ്വർണം. ഈ പറയുന്ന വസ്തുക്കളൊന്നും സാധാരണ ആസിഡിലോ ഒന്നിലും ലയിക്കത്തില്ല. അപ്പോൾ ഇവ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആസിഡിൻ്റെ മിക്സ്ചർ അല്ലെങ്കിൽ മിശ്രിതം ഉപയോഗിക്കും. എന്താണെന്നറിയാമോ, 200 മില്ലി ഹൈഡ്രോക്ലോറിക് ആസിഡും 25 മില്ലി നൈട്രിക് ആസിഡും ചേർന്ന ഒരു മിശ്രിതമാണ്. അപ്പോൾ ഈ ഒരു മിശ്രിതത്തിന് നമ്മളൊരു പേര് പറയും, അക്വാ റീജിയ അല്ലെങ്കിൽ രാജദ്രാവകം. ഈ രാജദ്രാവകത്തിൽ സ്വർണം, പ്ലാറ്റിനം എന്നിങ്ങനെയുള്ള വില കൂടിയ ലോഹം ലയിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റി പ്രവർത്തനങ്ങൾ, ആസിഡുകളുടെയും ആൽക്കലികളുടെയും ഉപയോഗങ്ങൾ എന്തെല്ലാം, പട്ടിക പൂർത്തിയാക്കുക. വാട്ട് ആർ ദ യൂസസ് ഓഫ് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്, കംപ്ലീറ്റ് ദറ്റ് ഫോളോയിങ് ടേബിൾ. അപ്പോൾ നമുക്കത് നോക്കാം. ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആസിഡിൻ്റെ ഉപയോഗങ്ങൾ, യൂസസ് ഓഫ് ആസിഡ്സ്. 1, ഫോർ ഫുഡ് പ്രിസർവേഷൻ, ഭക്ഷ്യ സംസ്കരണത്തിന് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഫുഡ് പ്രിസർവ് ചെയ്ത് വയ്ക്കും, കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. 2, ഫോർ മേക്കിംഗ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ശീതളപാനീയങ്ങളുടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആസിഡ് ഉപയോഗിക്കുന്നു. 3, മാനുഫാക്ചറിങ് ഡൈസ്, ഡൈയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആസിഡ് ഉപയോഗിക്കുന്നു. 4, പ്രൊഡക്ഷൻ ഓഫ് ഇങ്ക് ആൻഡ് ദ ലെതർ, മഷിയുടെയും ലെതർ എന്ന് പറയുമ്പോൾ തുകലിൻ്റെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. 5, ആസിഡ്സ് ആർ യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ബാറ്ററീസ് അല്ലെങ്കിൽ വാഹനങ്ങളിലെ ബാറ്ററികളിൽ ആസിഡ് ഉപയോഗിക്കുന്നു. 6, മാനുഫാക്ചറിങ് ഫെർട്ടിലൈസേഴ്സ്, വളങ്ങളുടെ നിർമ്മാണത്തിന് നമ്മൾ ആസിഡ് ഉപയോഗിക്കുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ, ശീതളപാനീയങ്ങളുടെ നിർമ്മാണത്തിന്, ഡൈ പെയിന്റ് എന്നിവയുടെ നിർമ്മാണത്തിന്, മഷീത്തുകൽ ഇവയുടെ നിർമ്മാണത്തിന്, മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററികളിൽ ആസിഡുകൾ ഉപയോഗിക്കുന്നു. രാസവളങ്ങളുടെ നിർമ്മാണത്തിന് ആസിഡ് ഉപയോഗിക്കുന്നു. പിക്കിൾസിലും മറ്റ് ഫുഡ് സബ്സ്റ്റൻസിലും നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡാണ് വിനാഗിരി അല്ലേ. അടുത്ത ഫുഡ് പ്രിസർവേഷനും സോഫ്റ്റ് ഡ്രിങ്ക്സ് നിർമ്മിക്കാനും, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശീതളപാനീയങ്ങൾ അതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സിട്രിക് ആസിഡ്. രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡും സൾഫ്യൂറിക് ആസിഡും. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററികളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡാണ്. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ടാനിക് ആസിഡാണ്. അപ്പോൾ ഈ ഓരോന്നും നിർമ്മിക്കുന്നതിന് ഏത് ടൈപ്പ് ആസിഡാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ ടേബിളാണ് കേട്ടോ, ടെക്സ്റ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് യൂസസ് ഓഫ് ആൽക്കലി, ആൽക്കലിയുടെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഒന്നാമത്തത് മാനുഫാക്ചർ ഓഫ് സോപ്പ്, SOAP ആണ് കേട്ടോ. അപ്പോൾ സോപ്പിൻ്റെ നിർമ്മാണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൽക്കലിയുടെ ഒരു ഉപയോഗമാണ് കേട്ടോ സോപ്പിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. 2, മാനുഫാക്ചർ ഓഫ് ഡിറ്റർജൻറ്റുകളുടെ നിർമ്മാണം. മാനുഫാക്ചറിങ് ഓഫ് സെറാമിക് മെറ്റീരിയൽസിൻ്റെ നിർമ്മാണം. 4, പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, ജലശുദ്ധീകരണത്തിന്. 5, ഗ്ലാസ് മേക്കിംഗ്, ഗ്ലാസ്സുകളൊക്കെ നിർമ്മിക്കുന്നതിന്. 6, ഇൻഡസ്ട്രിയൽ പർപ്പസസ്, വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ആൽക്കലികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
സോപ്പ് നിർമ്മാണം, ഡിറ്റർജൻറ്റുകളുടെ നിർമ്മാണം, സെറാമിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, മലിനജലത്തിൻ്റെ ശുദ്ധീകരണം, ഗ്ലാസ് നിർമ്മാണം, മറ്റ് വ്യാവസായിക ആവശ്യങ്ങൾ. ഇതെല്ലാമാണ് ആൽക്കലിയുടെ ഉപയോഗങ്ങൾ. ഇത് എങ്ങനെയാണ് സോപ്പ് നിർമ്മിക്കുന്നത് എന്നുള്ളത് സാറ് ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കണ്ടല്ലോ അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ. തന്നിട്ടുള്ള അടുത്ത ആക്ടിവിറ്റി, വീട്ടിൽ എങ്ങനെ സോപ്പ് നിർമ്മിക്കാം കുറിപ്പ് തയ്യാറാക്കുക. ഞാനിവിടെ 1, 2, 3 നമ്പർ ഇട്ടിട്ട് ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എഴുതണമെന്നില്ല, ഒരൊറ്റ പാരഗ്രാഫായിട്ട് എഴുതിയാൽ മതി. ഒന്നാമത്തത്, ഡിസോൾഡ് 180 ഗ്രാം കാസ്റ്റിക് സോഡ ഇൻ വാട്ടർ ടേക്കൺ ഇൻ എ സ്റ്റീൽ വെസൽ. ഒരു സ്റ്റീൽ വെസലിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് 180 ഗ്രാം കാസ്റ്റിക് സോഡ ഇട്ട് നന്നായിട്ട് ഡിസോൾവ് ചെയ്യുക, ലയിപ്പിക്കുക. രണ്ടാമത്തത്, വെൻ ദി സൊല്യൂഷൻ കൂൾസ്. ഈ സൊല്യൂഷൻ ഭയങ്കരമായിട്ട് ചൂട് ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്, കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റീൽ വെസൽ തന്നെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സൊല്യൂഷൻ തണുക്കുമ്പോൾ, വെൻ ദി സൊല്യൂഷൻ കൂൾസ്, തണുക്കുമ്പോൾ പോർ ദി സൊല്യൂഷൻ ഇൻറ്റു 1 കിലോഗ്രാം കോക്കനട്ട് ഓയിൽ. 1 കിലോ കോക്കനട്ട് ഓയിൽ നമ്മൾ ഈ സൊല്യൂഷനിലോട്ട് ഒഴിക്കുക. ടേക്കൺ ഇൻ എ പ്ലാസ്റ്റിക് വെസൽ ഓർ സ്റ്റീൽ വെസൽ ആൻഡ് സ്റ്റെയർ വെൽ. ഒരു പ്ലാസ്റ്റിക് വെസലിൽ 1 കിലോഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. സ്റ്റെയർ വെൽ നന്നായിട്ട് ഇളക്കുക. മൂന്നാമത്തത്, ടു ദിസ് ആഡ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോൺ പൗഡർ ആൻഡ് സ്റ്റെയർ വെൽ the mixture until it becomes harder. ഇതിലേക്ക് ആഡ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോൺ പൗഡർ. സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ആഡ് ചെയ്യണം. ആൻഡ് സ്റ്റെയർ വെൽ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ദ മിക്സ്ചർ ആൻഡിൽ ഇറ്റ് ബിക്കംസ് ഹാർഡ്. ഇത് ഏതുവരെ ഇളക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഈ മിക്സ്ചർ, നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിക്സ്ചർ അല്ലെങ്കിൽ ആ ഒരു മിശ്രിതം നല്ല കട്ടിയാകുന്നത് വരെ ഇളക്കണം. ഇനി എന്തിനാണ് ഈ സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും നമ്മൾ ചേർക്കുന്നതെന്ന് അറിയാമോ? അതാണ് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. ടു ഇൻക്രീസ് ഹാർഡ്നെസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സോപ്പ്. സോപ്പിൻ്റെ എണ്ണം, ക്വാണ്ടിറ്റിയും പിന്നെ ഹാർഡ്നെസ്, കട്ടിയും വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും അതിലേക്ക് ഇടുന്നത് കേട്ടോ. നാലാമത്തത്, പെർഫ്യൂംസ് ആൻഡ് ഡൈസ് ആഡഡ് ഫോർ ഫ്രഗ്രൻസ് ആൻഡ് കളർ. പെർഫ്യൂമും ഡൈസും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. എന്തിനാണ്? കളറിന് വേണ്ടിയിട്ടും പിന്നെ മണത്തിന്, നമുക്ക് നല്ല സ്മെല്ല് വരാൻ വേണ്ടിയിട്ടും ആഡ് ചെയ്യാം. അപ്പം സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് പെർഫ്യൂംസും, ഡൈ ഉപയോഗിക്കുന്നത് കളറിന് വേണ്ടിയിട്ടും. ദെൻ അഞ്ചാമത്തത്, പോർ ദ മിക്സ്ചർ ഇൻറ്റു മോൾഡ്സ്. എന്നിട്ട് ഈ മിക്സ്ചറിന് എന്തെങ്കിലും മോൾഡിലോട്ട് ഒഴിക്കണം. നമുക്ക് ഏത് മോൾഡ്, ഏത് ഷേപ്പിലുള്ള സോപ്പാണോ വേണ്ടത് ആ ഷേപ്പിലോട്ട് ഒഴിക്കുക. ദ മിക്സ്ചർ ബിക്കം സോളിഡ് ഇൻ 3 or 4 days. 3-4 ദിവസം കഴിയുമ്പോൾ ഈ മിക്സ്ചർ നല്ല കട്ടിയാവും, അല്ലെങ്കിൽ സോളിഡാവും, ഖരാവസ്ഥയിലോട്ടാവും. റിമൂവ് ഇറ്റ് ഫ്രം ദ മോൾഡ്സ് ആൻഡ് യൂസ്ഡ് ഓൺലി ആഫ്റ്റർ 2 weeks. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യണം? 2 ആഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളിത് ഉപയോഗിക്കാവൂ. ആ മോൾഡിൽ നിന്നും റിമൂവ് ചെയ്തതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാവൂ. മീഡിയംകാർ സോപ്പ് നിർമ്മാണം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇത് എവിടെ എഴുതിയിട്ടുള്ളത്. വായിക്കുന്നില്ല, നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോ. അതുകൊണ്ട് മാക്സിമം ചെറിയ വീഡിയോ ആക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതാണ് മലയാളം മീഡിയംകാർക്കുള്ളത്, സോപ്പ് നിർമ്മാണത്തിനുള്ളത്. നോക്കി എഴുതാൻ പറ്റുമല്ലോ. അടുത്ത സാറ് ലാസ്റ്റ് ഒരു ആക്ടിവിറ്റി, ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നോക്കിക്കോ. വീട്ടിൽ പുളി സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു പാത്രം വാങ്ങണം. താഴെ സൂചിപ്പിച്ച പാത്രങ്ങളിൽ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക? എന്തുകൊണ്ട്? ഇവിടെ കൊടുത്തിട്ടുള്ള പാത്രങ്ങൾ സ്റ്റീൽ പാത്രം, കളിമൺ പാത്രം, അലുമിനിയം പാത്രം, ചെമ്പു പാത്രം. ഏതായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്? സ്റ്റീൽ വെസൽ, എർത്തേൺ പോട്ട്, അലുമിനിയം വെസൽ, കോപ്പർ വെസൽ. എർത്തേൺ പോട്ട് അല്ലെങ്കിൽ കളിമൺ പാത്രമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് എന്നൊരു ക്വസ്റ്റ്യനും കൂടെ അവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ്? ടാമറിൻ കണ്ടെയ്ൻസ് ടാർട്ടാറിക് ആസിഡ്. ടാമറിൻ അല്ലെങ്കിൽ പുളിയിൽ എന്തുണ്ട്? ടാർട്ടാറിക് ആസിഡ് ഉണ്ട്. We know that the acid react with the metals can cause health problems. നമുക്കറിയാം ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. സോ വി യൂസ് എർത്തേൺ പോട്ട് ടു കീപ് ടാമറിൻ. അതുകൊണ്ട് നമ്മൾ പുളി സൂക്ഷിക്കാൻ എർത്തേൺ പോട്ട്, കളിമൺ പാത്രം ഉപയോഗിക്കുന്നു. അടുത്ത രണ്ടാമത്തെ പ്രവർത്തനം നോക്കിക്കോളൂ. സയൻസ് ക്ലബ്ബിൽ അവതരിപ്പിച്ച ഒരു മാജിക്. ഫിനോൾഫ്തലിൻ തേച്ചു പിടിപ്പിച്ച ഒരു ടവൽ ഉപയോഗിച്ച് വെള്ള പേപ്പർ തുടച്ചപ്പോൾ അതിൽ പിങ്ക് പൂക്കൾ പ്രത്യക്ഷപ്പെട്ടു. വെള്ളപ്പേപ്പറിൽ ആദ്യം പൂവ് വരച്ചത് താഴെ സൂചിപ്പിച്ചവയിൽ ഏത് ദ്രാവകം ഉപയോഗിച്ചായിരിക്കും? ഓപ്ഷൻസ് 4 തന്നിട്ടുണ്ട്. നാരങ്ങാനീര്, മീഥൈൽ ഓറഞ്ച്, പാൽ, ചുണ്ണാമ്പ് വെള്ളം. ഈ ദ്രാവകം ഏത് സ്വഭാവം കാണിക്കുന്നു? പകരം ഉപയോഗിക്കാവുന്ന മറ്റ് 2 ദ്രാവകങ്ങളുടെ പേരെഴുതുക. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. നമുക്കറിയാം ഫിനോൾഫ്തലിൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്ററാണ്, ഒരു സൂചകമാണ്. ഏതിൻ്റെ സൂചകമാണ് ഫിനോൾഫ്തലിൻ? ആൽക്കലിയെ തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററാണ് ഫിനോൾഫ്തലിൻ. അപ്പം നമുക്ക് ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ ആൽക്കലൈ സ്വഭാവമുള്ള വസ്തു ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും നമ്മളവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു വസ്തു വെച്ചിട്ടായിരിക്കും നമ്മൾ വെള്ള പേപ്പറിൽ പൂവ് വരച്ചിട്ടുണ്ടായിരിക്കുക. ഇവിടെ നാരങ്ങാനീര് ആസിഡാണ്,
മിഥൈൽ ഓറഞ്ച് മറ്റൊരു ഇൻഡിക്കേറ്ററാണ്, അതല്ല. പാലിൽ ഇറങ്ങിയിട്ടുള്ളത് ആസിഡാണ്, ലാക്റ്റിക് ആസിഡാണ് ഇറങ്ങിയിട്ടുള്ളത്, അപ്പോൾ അതും അല്ല. അടുത്തത് ചുണ്ണാമ്പ് വെള്ളം അല്ലേ. അപ്പം ചുണ്ണാമ്പ് വെള്ളം ഉപയോഗിച്ചാണ് ഇവിടെ വെള്ള പേപ്പറിൽ പൂവ് വരച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പം ചുണ്ണാമ്പ് വെള്ളമാണ് ഇവിടുത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. വെള്ള പേപ്പറിൽ ആദ്യം പൂവ് വരച്ചത് താഴെ സൂചിപ്പിച്ചവയിൽ ഏത് ദ്രാവകം ഉപയോഗിച്ചായിരിക്കും? ചുണ്ണാമ്പ് വെള്ളം അല്ലെങ്കിൽ ലൈം വാട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈ ദ്രാവകം ഏത് സ്വഭാവം കാണിക്കുന്നു? ലൈം വാട്ടർ അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളം ആസിഡ് സ്വഭാവമാണോ ആൽക്കലി സ്വഭാവമാണോ കാണിക്കുന്നത്? ആൽക്കലൈൻ സ്വഭാവം അല്ലേ, ആൽക്കലൈൻ നേച്ചറാണ് കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിന് പകരം ഉപയോഗിക്കാവുന്ന മറ്റ് 2 ദ്രാവകങ്ങളുടെ പേരെഴുതുക. ഏതൊക്കെയാണ്? മറ്റ് 2 ആൽക്കലിയുടെ പേരങ്ങ് എഴുതിയാൽ മതി. നിങ്ങൾക്ക് അറിയായിരിക്കും മറ്റ് 2 ആൽക്കലിയുടെ പേര്. നമുക്ക് ആൻസർ നോക്കാം. എഴുതിയിട്ടുണ്ട് ലൈം വാട്ടർ അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളം. ആൽക്കലൈൻ നേച്ചർ അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമാണ് അത് കാണിക്കുന്നത്. അതിന് പകരം ഉപയോഗിക്കാവുന്ന 2 ആൽക്കലികൾ ഏതൊക്കെയാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് പൊട്ടാഷ്യം, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ. ഓക്കെ, അപ്പോൾ മലയാളം മീഡിയംകാർ എഴുതാനുള്ളതാണ് അതവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം. പ്രവർത്തനം 3. വസ്തു A, B, C, D എന്നിങ്ങനെ 4 വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. അവയുടെ യഥാർത്ഥത്തിലുള്ള നിറവും ആസിഡിൽ അവയ്ക്കുള്ള നിറവും ആൽക്കലിയിൽ അവയ്ക്കുള്ള നിറവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പട്ടിക പരിശോധിക്കൂ. ഇവയിൽ സൂചകമായി ഉപയോഗിക്കാവുന്ന വസ്തുക്കളേവ എന്തുകൊണ്ട്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആസിഡിലും ആൽക്കലിയിലും വ്യത്യസ്ത നിറം കാണിക്കുന്നത്, അവയുടെ വസ്തുവിൻ്റെ നിറമല്ലാതെ വ്യത്യസ്ത നിറം കാണിക്കുന്നവയാണ് നമുക്ക് സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാവുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ആസിഡിനെ ആൽക്കലിയെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നോക്കിയാലോ. എ എന്ന വസ്തുവിൻ്റെ യഥാർത്ഥത്തിലുള്ള നിറം നീലയാണ്. ആസിഡിൽ ചുവപ്പും ആൽക്കലിയിൽ നീല. അപ്പോൾ ആസിഡിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് എ എന്ന വസ്തു ഉപയോഗിക്കാം. ഓക്കെ. അടുത്ത ബി എന്ന വസ്തു യഥാർത്ഥ നിറം പച്ചയാണ്. ആസിഡിലും പച്ചയാണ്, ആൽക്കലിയിലും പച്ചയാണ്. അപ്പം ബി നമുക്ക് ആസിഡിൻ്റെയോ ആൽക്കലിയിലോ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അടുത്ത സി എന്ന വസ്തു യഥാർത്ഥത്തിലുള്ള നിറം ചുവപ്പാണ്. ആസിഡിലും ചുവപ്പ് നിറമാണ്, ആൽക്കലിയിൽ നീല നിറമാണ്. അപ്പം സി എന്ന വസ്തു നമുക്ക് ആൽക്കലിയുടെ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗപ്പെടുത്താം. അടുത്ത ഡി ആണെങ്കിൽ ഓറഞ്ചാണ് അതിൻ്റെ യഥാർത്ഥ കളറ്. ആസിഡിൽ ഇളം പിങ്കും ആൽക്കലിയിൽ ഇളം മഞ്ഞയും. അപ്പം ഡി എന്ന വസ്തു നമുക്ക് ആസിഡിൻ്റെ ഇൻഡിക്കേറ്ററായിട്ടും ആൽക്കലിയുടെ ഇൻഡിക്കേറ്ററായിട്ടും ഉപയോഗപ്പെടുത്താം. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ നമുക്കിത് നോട്ടായിട്ട് എഴുതാം. The substance D is used as indicator to identify both the acid and the alkali because the substance D changes its color both in acid and alkali. ഡി എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നമുക്ക് ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ്? സബ്സ്റ്റൻസ് ഡി ചേഞ്ചസ് ഇറ്റ്സ് കളർ ബോത്ത് ഇൻ ആസിഡ് ആൻഡ് ആൽക്കലി. ആൽക്കലിയിലും ആസിഡിലും കളർ ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ ഡി എന്ന സബ്സ്റ്റൻസിൻ്റെ. അതുകൊണ്ട് നമുക്കത് ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാം, ആസിഡിൻ്റെയും ആൽക്കലിയുടെയും. അടുത്തത്, ദ സബ്സ്റ്റൻസ് സി ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഓൺലി ആൽക്കലി ബിക്കോസ് ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് കളർ ഇൻ ആൽക്കലി. അതായത് സി എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആൽക്കലിയുടെ ഇൻഡിക്കേറ്ററായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. കാരണം ആൽക്കലിയിൽ മാത്രമേ അതിൻ്റെ കളറ് ചേഞ്ച് ആവുന്നുള്ളൂ. അടുത്ത സബ്സ്റ്റൻസ് എ ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ആസിഡ് ബിക്കോസ് ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് കളർ ഇൻ ആസിഡ്. പിന്നെ എ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് നമുക്ക് ആസിഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കാം. കാരണം എ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് മാത്രമേ ആസിഡിൽ കളർ ചേഞ്ച് ആവുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായോ? അടുത്ത മലയാളം മീഡിയംകാർക്കുള്ളതാണ് ഇതാ ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. അടുത്ത 4ാമത്തെ ആക്ടിവിറ്റി നോക്കിക്കോളൂ. Which of the following material is most likely to have pH 12? ഈ ഇവിടെ ഒരു 4 സബ്സ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ pH 12 വരുന്ന സബ്സ്റ്റൻസ് ആവാൻ ചാൻസ് ഉള്ളത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? അപ്പോൾ pH 7 കൂടുതലായ വസ്തുക്കൾ എന്ന് പറയുന്നത് ആൽക്കലിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ pH 12 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൽക്കലൈൻ സ്വഭാവമുള്ള വസ്തു ഇതിൽ ഏതാണോ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നോക്ക്, ഇവിടെ സോപ്പ്, ടൊമാറ്റോ, മിൽക്ക്, സൾഫ്യൂറിക് ആസിഡ്. സോപ്പ് ആൽക്കലൈൻ സ്വഭാവമുള്ള വസ്തുവാണ്. ടൊമാറ്റോയിൽ ആസിഡാണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ മിൽക്കിൽ ആസിഡാണ്, സൾഫ്യൂറിക് ആസിഡും ആസിഡാണ്. അപ്പം നമുക്കിവിടെ ആൻസറായിട്ട് വരുന്നത് സോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, മേശപ്പുറത്ത് അല്പം ആസിഡ് തൂവിപ്പോയി, നിങ്ങൾ എന്തു ചെയ്യും? കാരണം എന്ത്? ഇഫ് ദ ആസിഡ് ഫാൾസ് ഓൺ ദ ടേബിളിൽ ആസിഡ് വീണാൽ ഷുഡ് ബി ന്യൂട്രലൈസ്ഡ് വിത്ത് ആൻ ആൽക്കലി. നമ്മളതിനെ ഒരു ആൽക്കലി ഉപയോഗിച്ച് ന്യൂട്രലൈസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആസിഡ് മേശപ്പുറത്ത് വീണാൽ ഒരു ആൽക്കലി ഉപയോഗിച്ച് നിർവീര്യമാക്കണം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റിയും അതിൻ്റെ സോൾവിങ്ങും. ഈ യൂണിറ്റിൻ്റെ വിലയിരുത്താൻ പ്രവർത്തനങ്ങൾ കൂടി ചെയ്യാൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, താങ്ക്